നമസ്കാരം. ടോപ് 10ലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. CPM-നും CPI-ക്കും പിന്നാലെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ കളം നിറയാൻ BJP എ ക്ലാസ് മണ്ഡലങ്ങളിലെ അടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വികസിത കേരളം മുദ്രാവാക്യമുയർത്തിയാണ് BJP തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു പടി മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച CPM-ൽ കലാപക്കൊടി. കണ്ണൂരിലെ CPM കോട്ടകൾ ഇളകുന്നു. പടലപ്പിണക്കവും അസ്വാരസ്യങ്ങളും മറനീക്കി പുറത്ത്. അപ്പോഴും കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾ എവിടെ എന്നതാണ് ചോദ്യം. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം കടന്നിരിക്കുന്നു. ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ഇടതുമുന്നണിയും സർക്കാരിന്റെ വീഴ്ചകളും കോട്ടങ്ങളും വോട്ടാക്കി മാറ്റാൻ UDF-ഉം കൂടുതൽ സീറ്റുകൾ ലക്ഷ്യം വെച്ച് BJP-യും. തിരഞ്ഞെടുപ്പ് വാർത്തകളടക്കം വിശദമായി നോക്കാം. ടോപ് 10-ൽ ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. കണ്ടിട്ടാവില്ല 3 ടേമായിട്ട് MLA ആയിട്ട് 4ാമത്തെ ടേം അതെന്റെ ഭാര്യയെ കൊടുക്കണം. എന്റെ ഭാര്യ അതിന്റെ അർത്ഥം 4ാമത് ഞാനായിരിക്കണം. പക്ഷെ ഇപ്പൊ സെക്രട്ടറി ആവാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഭാര്യനെ MLA ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടത്തുന്നു. കണ്ണൂരിൽ CPM-ന് തിരിച്ചടി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടി വിട്ടു. PK ശ്യാമളയ്ക്കെതിരെ UDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കും. പാർട്ടിക്ക് ധാർമ്മികത നഷ്ടമായെന്നും MV ഗോവിന്ദൻ അഴിമതി നടത്തിയെന്നും TK ഗോവിന്ദൻ. പയ്യന്നൂരിൽ സ്വതന്ത്രനായി കുഞ്ഞികൃഷ്ണനും മത്സര രംഗത്ത്. TK ഗോവിന്ദൻ വർഗവഞ്ചകനെന്ന് CPM. CPI വിട്ട CC മുകുന്ദൻ MLA നാട്ടികയിൽ BJP സ്ഥാനാർത്ഥിയാകും. മുകുന്ദൻ BJP അംഗത്വം സ്വീകരിച്ചത് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നു. 47 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്തും K സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും മത്സരിക്കും. വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, തിരുവല്ലയിൽ അനൂപ് ആന്റണി, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, പൂഞ്ഞാറിൽ PC ജോർജും പാലായിൽ ഷോൺ ജോർജും മത്സരിക്കും. തൃക്കാക്കരയിൽ അഖിൽ മാരാർ 2020 സ്ഥാനാർത്ഥി. റോഡ് ഷോകളുമായി സ്ഥാനാർത്ഥികൾ. കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. MPമാർ മത്സരിക്കുന്നതിൽ തീരുമാനമായില്ല. അമ്പലപ്പുഴയിൽ G സുധാകരനെ പിന്തുണയ്ക്കും. ലീഗിന്റെ പ്രഖ്യാപനവും നാളെ. പാലായിൽ ജോസ് കെ മാണി LDF സ്ഥാനാർത്ഥി. 12 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് M. പ്രഖ്യാപനത്തിന് പിന്നാലെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി വിട്ടു. നവീൻ ബാബു മരണത്തിൽ തുടരന്വേഷണത്തിന് തലശ്ശേരി സെഷൻസ് കോടതിയുടെ ഉത്തരവ്. PP ദിവ്യയുടെ ഫോൺ വിവരങ്ങൾ മുഴുവൻ ശേഖരിക്കാൻ നിർദ്ദേശം. ഉത്തരവ് നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ഹർജിയിൽ. ആശ്വാസവിധിയെന്നു കുടുംബം. ഇറാനെതിരായ ആക്രമണം 3 ആഴ്ച കൂടി തുടരുമെന്ന് ഇസ്രായേൽ. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടർന്ന് ഇറാൻ. അബുദാബിയിൽ മിസൈൽ പതിച്ച് പലസ്തീൻ സ്വദേശി മരിച്ചു. ദുബായ് വിമാനത്താവളത്തിൽ നിന്നുമുള്ള സർവീസുകൾ ഭാഗികമായി പുനഃസ്ഥാപിച്ചെന്ന് വ്യോമയാന മന്ത്രാലയം. ഈ വർഷത്തെ മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം മൈക്കൽ B ജോർദാന്. ജസ്ലി ബക്ലി മികച്ച നടി. തോമസ് ആൻഡേഴ്സൺ മികച്ച സംവിധായകൻ. പുതുചരിത്രം കുറിച്ച് ഓട്ടം ഡുറാൾഡ് അർക്കബോ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കുന്ന ആദ്യ വനിതയായി. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയതിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ വെള്ളാപ്പള്ളിയുടെ അപ്പീൽ. തുടർച്ചയായി റിട്ടേൺ സമർപ്പിച്ചില്ലെന്ന സിംഗിൾ ബെഞ്ച് കണ്ടെത്തൽ തെറ്റെന്ന് വെള്ളാപ്പള്ളി. T20 ലോകകപ്പിൽ തിളങ്ങിയ സഞ്ജു സാംസണ് KCAയുടെ ആദരം. തിരുവനന്തപുരം മംഗലപുരത്തെ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം മുഖ്യമന്ത്രി കായിക കേരളത്തിന് സമർപ്പിച്ചു. Of Kerala, the pride of Kerala and a star of Indian cricket, Sanju Samson. സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതിയെ പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടിയെടുക്കാതെ CPM. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ചുമതലകളിൽ നിന്നും നീക്കി. തീരുമാനം CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ. അങ്കത്തട്ടിൽ സംസ്ഥാനം.
കണ്ണൂർ CPM-ൽ വൻ പൊട്ടിത്തെറി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി വിട്ടു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് മുതിർന്ന അംഗം പാർട്ടി വിടുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ കലാപക്കൊടി ഉയർത്തിയതിനു പിന്നാലെയാണ് TK ഗോവിന്ദന്റെ സുപ്രധാന തീരുമാനം. പയ്യന്നൂരിൽ ഫണ്ട് തിരിമറി ആരോപണം ഉയർത്തിയ P കുഞ്ഞികൃഷ്ണനും ശക്തമായ നിലപാട് സ്വീകരിച്ച് മത്സരത്തിനിറങ്ങുകയാണ്. TK ഗോവിന്ദൻ തളിപ്പറമ്പിലും V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കും. നിലവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ഹാൻവീവ് ചെയർമാൻ, 25 വർഷത്തിലധികം ഏരിയ സെക്രട്ടറിയായിരുന്ന പാർട്ടിയുടെ ശക്തികേന്ദ്രമായ മയ്യിലിൽ നിന്നുള്ള മുതിർന്ന അംഗം TK ഗോവിന്ദനാണ് CPM വിടുന്നത്. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഏകാധിപത്യ തീരുമാനം കൈക്കൊണ്ട CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. 3 ടേമായിട്ട് MLA ആയിട്ട് 4ാമത്തെ ടേം അതെന്റെ ഭാര്യയെ കൊടുക്കണം. എന്റെ ഭാര്യ അതിന്റെ അർത്ഥം 4ാമത് ഞാനായിരിക്കണം. പക്ഷെ ഇപ്പൊ സെക്രട്ടറി ആവാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഭാര്യനെ MLA ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടന്നു. ജില്ലാ കമ്മിറ്റിയിൽ 3 പേരൊഴികെ ബാക്കി എല്ലാവരും PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തിട്ടും മത്സരിപ്പിക്കുന്നു. ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ പേരിൽ MV ഗോവിന്ദൻ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയതായും TK ഗോവിന്ദൻ ആരോപിച്ചു. ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജന്റെ മരണത്തിൽ കാരണക്കാരി PK ശ്യാമളയാണെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തുറന്നടിച്ചു. MV ഗോവിന്ദന്റെ തിട്ടൂരങ്ങൾക്ക് പിണറായി വിജയൻ വഴങ്ങുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്നും TK ഗോവിന്ദൻ പ്രതികരിച്ചു. പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദമുയർത്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട V കുഞ്ഞികൃഷ്ണൻ ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇത്തവണ പയ്യന്നൂരിൽ മധുസൂദനനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ സ്വതന്ത്രനായി ഞാൻ മത്സരിക്കണം എന്നതാണ് തുടങ്ങിവെച്ച പോരാട്ടം. ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മത്സരിക്കേണ്ടത് അനിവാര്യമാണ്. നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന 2 പേർ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഇത്തവണത്തെ CPM വിമതർ ആശയപരമായ പോരാട്ടം കൂടിയാണ് നടത്തുന്നത്. അതേസമയം കണ്ണൂരിൽ ഉരുത്തിരിയുന്ന പുതിയ രാഷ്ട്രീയ മാറ്റത്തെ സൂക്ഷ്മതയോടെയാണ് UDF നോക്കിക്കാണുന്നത്. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും പിന്തുണയ്ക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ് UDF നേതൃത്വം. അമൃത ന്യൂസ്, കണ്ണൂർ. കണ്ണൂരിലെ CPM-ന്റെ ഉരുക്കുകോട്ടകൾ ഇളകുന്നു. CPM-ന്റെ ഹൃദയം തകർത്ത് മുതിർന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിമത ശബ്ദമുയർത്തിയതിനു പിന്നാലെ മത്സരിക്കാൻ ഉറച്ച് TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും നിലപാട് വ്യക്തമാക്കുന്നു. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM-ന് കനത്ത വെല്ലുവിളിയാണ് ഇരുവരും ഉയർത്തുന്നത്. കൂടാതെ കൂത്തുപറമ്പിൽ ഘടകകക്ഷി JDS നൽകിയ സീറ്റിലും സ്ഥാനാർത്ഥി സമവായമായില്ല. JDS LDF വിടണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതേസമയം കണ്ണൂരിലെ അട്ടിമറിക്കപ്പെടുന്ന CPM സമവാക്യങ്ങൾ പരിഗണിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്താനാണ് UDF-ന്റെ നീക്കം. വിവരങ്ങൾ കണ്ണൂരിൽ നിന്നും ജോസഫ് നൽകും. ജോസഫ്, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനാണെങ്കിൽ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പാർട്ടി വിരുദ്ധ വികാരം അലയടിക്കുന്നു കണ്ണൂരിൽ. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കണക്ക് സത്യമെന്ന് അടിവരയിടുകയാണ് TK ഗോവിന്ദൻ. തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് രാജിവെച്ചിറങ്ങി മത്സരിക്കാൻ പോകുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. ഗോവിന്ദനെ ഈ നടപടിയിലേക്ക്, തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്തൊക്കെ ജോസഫ്? CPM-യെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ മുതിർന്ന അംഗങ്ങൾ ഇന്ന് പാർട്ടിക്കെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. CPM-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുമെന്ന് V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും നിലപാട് വ്യക്തമാക്കി. പാർട്ടിയിൽ ഏകാധിപത്യ സ്വഭാവമുണ്ട്, ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഉൾപാർട്ടി ജനാധിപത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തീർത്തും ഇല്ലാണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇരുവരും പ്രധാനമായി ആരോപിച്ചിട്ടുള്ളത്. V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ TA മധുസൂദന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ CPM-ന്റെ മുമ്പിൽ വെച്ചിരുന്നു. പക്ഷേ ഇത് ഗവനിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു നിലപാടാണ് CPM നേതൃത്വം സ്വീകരിച്ചത്. ഇതിനെതിരെ ആളുകളെ ബോധവൽക്കരിച്ച് ഇത്തരത്തിൽ പ്രചരണ പരിപാടികൾ നടത്തുമെന്നുള്ള കാര്യമാണ് V കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. UDF-ന്റെ ഉൾപ്പെടെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുമെന്നും V കുഞ്ഞികൃഷ്ണൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വന്നിരുന്ന ഒരു ഘട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TK ഗോവിന്ദൻ ഇത്തരത്തിൽ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള തീരുമാനം അറിയിച്ചിട്ടുള്ളത്. ഇത് പാർട്ടി നേതൃത്വത്തിലെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സമാന സ്ഥിതി തന്നെയാണ് കൂത്തുപറമ്പിലും ഉള്ളത്. ഈ ഘടകകക്ഷിയായിരുന്ന JDS-ന് നൽകിയിരിക്കുന്ന സീറ്റിൽ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത് ഇടതുമുന്നണി വിടണമെന്നുള്ള ആവശ്യമാണ്. ഇവിടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഒന്നും തന്നെ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും
ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഈ കണ്ണൂരിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ അഗ്നി പരീക്ഷ കൂടിയാണ്. ഈ ഉയർത്തുന്ന ആരോപണങ്ങളിൽ അതിന് കൃത്യമായി ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ബഹുജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഒരു വിജയം കരസ്ഥമാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ടുകൾ അത് പിന്തുണയ്ക്കുമെന്നൊരു പ്രതീക്ഷ കൂടി CPM ജില്ലാ സെക്രട്ടേറിയറ്റിനും CPM നേതൃത്വത്തിനുമുണ്ട്. എന്തായാലും ഈ വക കാര്യങ്ങളെല്ലാം തന്നെ വളരെ സൂക്ഷ്മമായി തന്നെയാണ് UDF നിരീക്ഷിക്കുന്നത്. ഇതിനനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ തന്നെ പിന്തുണയും അറിയിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ UDF നേതൃത്വമുള്ളത്. ശരി, വിശദമായ വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്നും ജോസഫ് നൽകിയത്. തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെ MV ജയരാജനും EP ജയരാജനും രംഗത്ത്. TK ഗോവിന്ദൻ കാട്ടിയത് വർഗവഞ്ചന. PK ശ്യാമളയെ പരിഗണിച്ചത് MV ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ടല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭാര്യ എന്നത് പദവിയല്ല. MV ഗോവിന്ദൻ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയെന്ന ആരോപണം MV ജയരാജൻ തള്ളുന്നു. MLA ഫണ്ട് വിനിയോഗിക്കുന്നതിലും ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ കണക്ക് കൃത്യമായി ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. തെറ്റായ നിലപാടാണ് TK ഗോവിന്ദൻ സ്വീകരിച്ചതെന്നും സ്ഥാനാർത്ഥി മോഹം കൊണ്ടാണ് പാർട്ടി വിട്ടതെന്നും EP പറഞ്ഞു. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങൾ ഉയർന്നു വരും. പാർട്ടി എന്നുള്ള നിലയിൽ ഓരോരുത്തരെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ശരിയായ നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് നടക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഗോവിന്ദ മാഷുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിലപാടോ അദ്ദേഹം പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടിയുടെ നിലപാട് ഇതാണ്, നിങ്ങൾ ആ നിലപാടിനോടൊപ്പം നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകണം. ഒരാൾ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ കേട്ട് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി പാർട്ടിയോടൊപ്പം കൊണ്ടുവരിക. ആ P. ജയരാജൻ ഇപ്പോഴും തളിപ്പറമ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശ്യാമള ടീച്ചറെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടുന്നാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് അനഭിമതരായി യാതൊരാളുമില്ല, എല്ലാവരും പാർട്ടിക്ക് വിധേയമാണ്. ഗോവിന്ദ മാഷ് മത്സരിക്കേണ്ടതുകൊണ്ട് ഇങ്ങനെയുള്ള പച്ച നുണകൾ ജനങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഒരു കാര്യം വ്യക്തമാക്കാം, ഒരിക്കലും പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളോടൊപ്പം ചേർന്ന് ഒരാൾ മത്സരരംഗത്തേക്ക് വന്നാൽ അത് പാർട്ടിയുടെ ബന്ധുമിത്രാദികൾ അതിനോട് യോജിക്കില്ല. അപ്രതീക്ഷിതമായ ടെസ്റ്റുമായി CC മുകുന്ദൻ. കോൺഗ്രസ് നേതൃത്വം കൈവിട്ടതോടെ BJP പാളയത്തിലെത്തി നാട്ടിക സിറ്റിംഗ് MLA CC മുകുന്ദൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴഞ്ഞതോടെ CPI-യോട് ഇടഞ്ഞുനിന്ന CC മുകുന്ദൻ BJP-യിൽ അംഗത്വം സ്വീകരിച്ചു. NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണനൊപ്പം തൃശൂരിലെ BJP ഓഫീസിലെത്തിയാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. മുകുന്ദൻ നാട്ടികയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും. 58 വർഷം പ്രവർത്തിച്ച CPI-യിൽ നിന്നും പിണങ്ങി പുറത്തുപോയ CC മുകുന്ദൻ പ്രതീക്ഷ വെച്ചത് കോൺഗ്രസിലായിരുന്നു. നാട്ടികയിൽ വീണ്ടും മത്സരിക്കുന്നതിനോടൊപ്പം മുൻപ് പ്രവർത്തിച്ച പാർട്ടിയെ പരാജയപ്പെടുത്തുക കൂടിയായിരുന്നു ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ മുകുന്ദനെ ചേർത്ത് നിർത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പ്രാദേശിക നേതൃത്വത്തിൽ നിന്നടക്കം എതിർപ്പുയർന്നതോടെ കോൺഗ്രസ് തീരുമാനം മാറ്റി. ഇതോടെയാണ് മണിക്കൂറുകൾക്കിടയിൽ CC മുകുന്ദനും തീരുമാനം മാറ്റി BJP അംഗത്വം സ്വീകരിച്ചത്. CPI പുറത്താക്കിയതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം BJPയും മുകുന്ദനുമായി സമാന്തര ചർച്ച നടത്തിയിരുന്നു. എന്നാൽ അങ്ങോട്ടേക്കില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ച മുകുന്ദൻ കോൺഗ്രസ് തഴഞ്ഞതോടെ മാറി ചിന്തിച്ചു. അടുത്തിടെ CPIയിൽ നിന്നും BJPയിൽ ചേക്കേറിയ വൈക്കം മുൻ MLA K. അജിത്താണ് അന്തിക്കാട്ടെ വീട്ടിലെത്തി മുകുന്ദനുമായി നേരിട്ട് ചർച്ച നടത്തിയത്. ഇതിനിടയിൽ സംസ്ഥാന ജില്ലാ നേതാക്കളും സമാന്തര നീക്കം നടത്തി. ഇതോടെയാണ് ഇന്നുച്ചയ്ക്ക് മുകുന്ദൻ BJP ഓഫീസിലെത്തിയതും നിലപാട് പ്രഖ്യാപിച്ചതും. ഞാൻ ഒരിക്കൽ കൂടി ഇനിയും കാര്യങ്ങൾ പറയാനുള്ള നമുക്ക് മത്സര പോരാട്ടത്തിൽ നാട്ടികയിൽ വെച്ച് കാണുന്നതിന് ആവശ്യമായ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തി. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കുക, പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്നൊരു പ്രതിജ്ഞയാണ് എൻ്റെ മനസ്സിലുള്ളത്. മുകുന്ദനെ തഴഞ്ഞതോടെ മുൻ സ്ഥാനാർത്ഥിയായ സുനിൽ ലാലൂരിനെ തന്നെ മണ്ഡലത്തിൽ വീണ്ടും പരിഗണിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം നാട്ടികയിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ CC മുകുന്ദന് വൻ സ്വീകരണം നൽകി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം കുറിക്കുകയാണ് BJP. അമൃത ന്യൂസ്, തൃശൂർ.
ഇടതുമുന്നണിക്ക് രാഷ്ട്രീയമായി ഏറെ തിരിച്ചടി നേരിട്ട ഒരു പകലാണ് കടന്നു പോകുന്നത്. CPM-ന്റെ തട്ടകത്തിൽ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് ജില്ലാ ഘടകം രംഗത്ത് വന്നതും അമ്പലപ്പുഴയിൽ G. സുധാകരന് UDF പിന്തുണ പ്രഖ്യാപിച്ചതും CPI-യുടെ MLA CC മുകുന്ദൻ BJP പാളയത്തെത്തിയതും ഭരണമുന്നണിക്ക് ആഘാതം തന്നെയാണ്. അതേസമയം ഇടതുമുന്നണിയും BJP-യും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടും രണ്ടാം ദിനവും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല എന്നത് കോൺഗ്രസിൽ ഉയരുന്ന പ്രതിസന്ധി തന്നെയാണ്. നാളെ 50ഓളം സീറ്റുകളിൽ പ്രഖ്യാപനമുണ്ടാകുമെങ്കിലും K. സുധാകരനെ എങ്ങനെ അനുനയിപ്പിക്കുമെന്ന ചോദ്യം ഉയരുന്നു. വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും അൺഫിലിറ്റ് ഡിസൂസ നൽകും. അൺഫിലിറ്റ്, തിരഞ്ഞെടുപ്പ് പ്രചാരണവും തിരക്കിട്ട ചർച്ചകളും, അതിനിടെ മുന്നണികൾക്ക് തലവേദനയായി ചില നേതാക്കളും രംഗത്തുണ്ട്. ഇന്ന് രാഷ്ട്രീയ കേരളം കണ്ടതും കേട്ടതും എന്തൊക്കെ? തീർച്ചയായും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന്റെ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായി മുന്നണികൾ നെട്ടോട്ടം ഓടുന്നു എന്നതിനപ്പുറത്തേക്ക് പല പ്രമുഖ മുഖങ്ങളും പല പ്രമുഖ നേതാക്കളും തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറഞ്ഞ് പല പാർട്ടികളിലുമൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകൾക്കുമാണ് ഇന്ന് പകലും ഇന്ന് ഈ ഒരു ദിവസം മുഴുവനും സാക്ഷിയായത്. ഇന്ന് പകൽ മുഴുവൻ നിന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഉച്ചവരെ CC മുകുന്ദൻ CPI-യിലെ കരുത്തനായ CPI-യിലെ MLA, നാട്ടിക MLA ആയിരുന്നു അദ്ദേഹം CPI വിട്ടുപോകുന്നു. സ്ഥാനാർത്ഥി നിഷേധിച്ചതിന്റെ പേര് CPI വിട്ടുപോകുന്നു. അദ്ദേഹം കോൺഗ്രസിൽ പോകുമെന്ന ചർച്ചകളൊക്കെ വരുന്നു. അവസാന നിമിഷം വരെ അദ്ദേഹം കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്ന് കാണുന്നത് അദ്ദേഹം BJP-യിലെ രാഷ്ട്രീയ അഭയം തേടുന്നതാണ്. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇടതുപക്ഷത്ത് നിന്നൊരു നേതാവ്, ഒരു മുൻ MLA, കരുത്തനായ ഒരു MLA BJP-യിൽ ഒടുവിൽ അദ്ദേഹം രാഷ്ട്രീയ അഭയം തേടി അവിടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്. ഉച്ചവരെ അതായിരുന്നു ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി മാറുന്നതെങ്കിൽ അതിനുശേഷം നമ്മൾ അതിനപ്പുറത്തേക്ക് വലിയൊരു പൊട്ടിത്തെറിയാണ് CPM എന്ന പാർട്ടിയിൽ, ആ പാർട്ടിയുടെ തട്ടകത്ത് തന്നെ പാർട്ടി കണ്ണൂർ ഘടകത്തിൽ, പാർട്ടി കോടതി എന്നൊക്കെ നമ്മൾ പറഞ്ഞ കണ്ണൂർ ഘടകത്തിൽ PK ശ്യാമള, പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദനെതിരെ പാർട്ടി ജില്ലാ ഘടകത്തിൽ തന്നെ ജില്ലാ സെക്രട്ടറി TK ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്. പാർട്ടി വിട്ടുപോകുന്ന അദ്ദേഹം അവിടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പറയുന്നത്. അവിടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനായി കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. ഒപ്പം തന്നെയും കണ്ണൂരിലെ രാഷ്ട്രീയമൊക്കെ തന്നെ ഇളകി മറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. TK ഗോവിന്ദന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്നെയും പല വെളിപ്പെടുത്തലുകളും പലരും തന്നെ അസംതൃപ്തിയും വിയോജിപ്പുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം അത്രയേറെ വെളിപ്പെടുത്തലാണ് TK ഗോവിന്ദന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. ഇനി അതിനപ്പുറത്തേക്ക് G. സുധാകരൻ അമ്പലപ്പുഴ സ്വതന്ത്രമായി മത്സരിക്കുന്ന അദ്ദേഹത്തെ UDF UDF-യുടെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്ന പ്രഖ്യാപനമൊക്കെ വരുന്നു. അത് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ തന്നെ LDF-ന്, ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPM-നൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത ആഘാതമായി മാറുന്ന പല പ്രമുഖ മുഖങ്ങളുമൊക്കെ UDF-ലേക്ക് മാറുന്നു. പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നൊരു കാഴ്ച കാണുന്നു. ഒപ്പം തന്നെ VS-ന്റെ മുൻ PA ആയിരുന്ന A. സുരേഷ് നാളെ കോൺഗ്രസിന്റെ അംഗത്വം എടുക്കുകയാണ്. അദ്ദേഹം അവിടെ ഏത് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നത് ഉറപ്പില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ അംഗത്വം എടുക്കുമെങ്കിൽ അതും CPM-നെ സംബന്ധിച്ച് ഒരു വലിയൊരു ആഘാതം തന്നെയാണ്. ഈ സമയത്തൊക്കെ തന്നെ VS-നെ ഉയർത്തിക്കാട്ടിയൊക്കെ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കളം നിറയും UDF ഒക്കെ. വലിയ രീതിയിൽ UDF CPM-ന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ UDF ഈ തെരഞ്ഞെടുപ്പിൽ മാറുന്നു എന്നൊരു കാഴ്ച നമ്മൾക്ക് കാണാൻ കഴിയുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഇന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. നാളെയെങ്കിലും അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ CPM ആയാലും കോൺഗ്രസ് ആയാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടികൾ ഓരോ അർത്ഥത്തിൽ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഓരോ രീതിയിൽ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ പകൽ മുഴുവനും സാക്ഷ്യം വഹിച്ചത്. അശ്വതി. ശരി, വിശദമായ വിവരങ്ങളാണ് അൺഫിലിറ്റ് ഡിസൂസ നൽകിയത്. തിരഞ്ഞെടുപ്പ് അംഗത്തിനൊരുങ്ങി BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള A ക്ലാസ് മണ്ഡലങ്ങളിലെ അടക്കം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 47 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്തും മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും മത്സരിക്കും. വട്ടിയൂർക്കാവിൽ ശ്രീലേഖ ജനവിധി തേടും. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും. കഴക്കൂട്ടത്ത് നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ V. മുരളീധരൻ തന്നെയാണ് സ്ഥാനാർത്ഥി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിലും ജനവിധി തേടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂർ തികയും മുൻപേ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. A+ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ മണ്ഡലങ്ങളിലെ ഉൾപ്പെടെ 47 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് നേരത്തെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന BJP പാർലമെന്ററി ബോർഡ് യോഗം അംഗീകാരം നൽകിയിരുന്നു. നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും. 21 തിരഞ്ഞെടുപ്പിൽ കൈവിട്ടുപോയ മണ്ഡലം സംസ്ഥാന അധ്യക്ഷനിലൂടെ തിരിച്ചുപിടിക്കാനാണ് BJPയുടെ ശ്രമം. മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ജനവിധി തേടും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിലും മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ കഴക്കൂട്ടത്തും മത്സരിക്കും. വട്ടിയൂർക്കാവിൽ ശ്രീലേഖയാണ് സ്ഥാനാർത്ഥി. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്, തൃശൂരിൽ പത്മജ വേണുഗോപാൽ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ,
മലമ്പുഴയിൽ സി കൃഷ്ണകുമാർ എന്നിവരാണ് മത്സരിക്കുന്നത്. കോഴിക്കോട് നോർത്തിലും സൗത്തിലും കൗൺസിലർമാരായ നവ്യ ഹരിദാസും ടി റനീഷും മത്സരിക്കും. മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ബേപ്പൂരിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണ് BJPക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത്. പൂഞ്ഞാറിൽ PC ജോർജും പാലായിൽ ഷോൺ ജോർജും മത്സരിക്കും. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടനുണ്ടാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സീറ്റ് വിഭജനവുമായി സംബന്ധിച്ച വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ്. രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ ഉണ്ടാകുമെന്നാണ് നേതൃത്വം പറയുന്നത്. എന്നാൽ കോൺഗ്രസ് ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അനിശ്ചിതത്വം തുടരുകയാണ്. കെ സുധാകരനും അടൂർ പ്രകാശും സീറ്റിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടല്ലോ. സീറ്റ് വിഭജനം കോൺഗ്രസിന് തലവേദനയാകുന്നോ ജിഷ്ണു? അശ്വതി, BJP കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടിയാണ് പുറത്തു വരാനുള്ളത്. നിലവിൽ BJP 47 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന BJPയുടെ പാർലമെന്ററി ബോർഡ് യോഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. അതിൽ പ്രതീക്ഷിച്ചതുപോലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുന്നു. കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, മഞ്ചേശ്വരത്ത് മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, കാഞ്ഞിരപ്പള്ളിയിൽ അപ്രതീക്ഷിതമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എത്തുകയാണ്. അത്തരത്തിൽ നേരത്തെ തന്നെ മണ്ഡലത്തിൽ സജീവമായതും ഒപ്പം BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാലക്കാട് ശോഭാ സുരേന്ദ്രനും മലമ്പുഴയിൽ C കൃഷ്ണകുമാറും മത്സരിക്കും. കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസും സൗത്തിൽ ടി റനീഷും രണ്ടുപേരും കൗൺസിലർമാരാണ്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണ് മത്സരിക്കുന്നത്. പൂഞ്ഞാറിൽ PC ജോർജും പാലായിൽ ഷോൺ ജോർജും BJPക്ക് വേണ്ടി കളത്തിലിറങ്ങും. തിരുവല്ലയിൽ അനൂപ് ആന്റണിയാണ് BJPക്ക് വേണ്ടി എത്തുന്നത്. അത്തരത്തിൽ 47 മണ്ഡലങ്ങളിലേക്കുള്ള BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓരോ മണ്ഡലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നു. എന്നാൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത ഘട്ടം പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് BJPയുടെ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഒപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ ഒറ്റ പേരിലേക്ക് എത്താൻ ഇപ്പോഴും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കണ്ണൂരിലും തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളുടെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കാത്തതാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നതെന്ന് മനസ്സിലാക്കുന്നു. നാളെ വീണ്ടും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി സംസ്ഥാനത്തെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പരമാവധി നാളെ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അശ്വതി. ശരി ജിഷ്ണു, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ റോഡ് ഷോയുമായി BJP സ്ഥാനാർത്ഥികൾ. നേമത്ത് മത്സരിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി R ശ്രീലേഖയും അനന്തപുരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാണ്. അതിശക്തമായ പോരാട്ടം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവും നേമവും. നേമത്തും വട്ടിയൂർക്കാവിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരെന്ന കൗതുകം ബാക്കിയാണ്. BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വട്ടിയൂർക്കാവിൽ NDA സ്ഥാനാർത്ഥിയായ R ശ്രീലേഖ റോഡ് ഷോ നടത്തി. എതിരാളികൾ ശക്തരാണെങ്കിലും വലിയ വിജയപ്രതീക്ഷ തന്നെയാണുള്ളതെന്ന് R ശ്രീലേഖ വ്യക്തമാക്കി. എൻ്റെ എല്ലാ വിധത്തിലുള്ള എഫേർട്ടും എടുത്തുകൊണ്ട് ഞാൻ ഈ പ്രചാരണത്തിൽ മത്സരിക്കും, എനിക്ക് ജയിച്ചു വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. രാജീവ് ചന്ദ്രശേഖറും ശക്തമായ പ്രചാരണ പരിപാടികളുമായി രംഗത്തുണ്ട്. തിരുമല ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ 100 കണക്കിന് പേരാണ് അണിനിരന്നത്. ഒരു മാറ്റമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും വലിയ വിജയ പ്രതീക്ഷയാണുള്ളതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നേമം മണ്ഡലത്തിന് ജനങ്ങളെ സേവിക്കാൻ ഒരു അവസരം പാർട്ടി തന്നു. ഇനി ഈ ഇലക്ഷൻ്റെ 23 ദിവസം അവർ വീട് പോയിട്ട് അവരുടെ മുമ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നതും എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ പറയും. എൻ്റെ കാഴ്ചപ്പാടും പാർട്ടീൻ്റെ കാഴ്ചപ്പാട് നേമം മണ്ഡലത്തിനൊരു വികസിത നിയമമാക്കി മാറ്റണം. അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വരുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണങ്ങൾ കൂടുതൽ ശക്തമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BDJS 12 പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയാണ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടത്. കുട്ടനാട്ടിൽ സന്തോഷ് ശാന്തി ജനവിധി തേടും. കായംകുളം, അരൂർ, കോട്ടയം, കടുതുരുത്തി, ഉടുമ്പൻചോല, കുന്നംകുളം, നെന്മാറ, കൊടുവള്ളി, കോട്ടയ്ക്കൽ, നിലമ്പൂർ, പേരാവൂർ മണ്ഡലങ്ങളിലാണ് BDJS സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്.
2020 പാർട്ടി 3 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. തൃക്കാക്കരയിൽ അഖിൽ മാരാർ, തിരുവമ്പാടിയിൽ സണ്ണി തോമസ്, തൃക്കരിപ്പൂരിൽ രവി കുളങ്ങരയും മത്സരിക്കും. പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബാണ് 3 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചത്. NCP അജിത് പവാർ വിഭാഗം കാസർഗോഡ് ജില്ലാ മുൻ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന രവി കുളങ്ങര. സണ്ണി തോമസ് നിലവിൽ 2020 പാർട്ടിയുടെ മലബാർ മേഖലാ കോർഡിനേറ്ററാണ്. പാലായിൽ ജോസ് കെ മാണി LDF സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് എം ഔദ്യോഗികമായി പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 1ാം സ്ഥാനത്താണ് ചെയർമാൻ ജോസ് കെ മാണിയുടെ പേരുള്ളത്. 12 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളിൽ ഒരു വനിതയുമുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം പാലായിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. രാജ്യസഭ MP കൂടിയായ ജോസ് കെ മാണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകുമോ എന്നത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 1ാമതായാണ് ചെയർമാൻ ജോസ് കെ മാണിയുടെ പേരുള്ളത്. പാലായിൽ UDF സ്ഥാനാർത്ഥിയായ മാണി കാപ്പനും NDA സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ഷോൺ ജോർജും മത്സരരംഗത്തുണ്ട്. ജോസ് കെ മാണി കൂടി എത്തുന്നതോടെ പാലായിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയും മാണി കാപ്പനും നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ 15,000-ൽ പരം വോട്ടുകൾക്കായിരുന്നു മാണി കാപ്പന്റെ വിജയം. എന്നാൽ ഇത്തവണ പാലാ വീണ്ടെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും. വികസന വിഷയങ്ങൾ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരാനാവും ജോസ് കെ മാണി ഇവിടെ ശ്രമിക്കുക. കേരള കോൺഗ്രസ് എം പുറത്തിറക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ 2ാമത് നിലവിലെ മന്ത്രിയും ഇടുക്കി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ റോഷി അഗസ്റ്റിനും പിന്നാലെ മറ്റ് 4 MLA-മാരുമുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജ്, ചങ്ങനാശ്ശേരിയിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ, ചാലക്കുടിയിൽ ബിജു ചിറയത്ത്, റാന്നിയിൽ പ്രമോദ് നാരായണൻ, തൊടുപുഴയിൽ സിറിയക് ചാഴികാടൻ, പിറവത്ത് സാബു കെ ജേക്കബ്, ഇരിക്കൂറിൽ മാത്യു കുന്നപ്പള്ളി, കടുത്തുരുത്തിയിൽ നിർമ്മല ജിമ്മി, പെരുമ്പാവൂരിൽ ബേസിൽ പോൾ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. കേരള കോൺഗ്രസ് എമ്മിനു വേണ്ടി ഒരു വനിതാ സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് കടുത്തുരുത്തിയിൽ മത്സരിക്കുന്ന നിർമ്മല ജിമ്മി. തൊടുപുഴയിൽ മത്സരിക്കുന്ന സിറിയക് ചാഴികാടൻ യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റാണ്. ഏതായാലും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വന്നതോടെ കോട്ടയം ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ മത്സരചിത്രം വ്യക്തമായിരിക്കുകയാണ്. അമൃത ന്യൂസ്, കോട്ടയം. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ പൊട്ടിത്തെറി. എറണാകുളം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി അംഗത്വം രാജിവെച്ചു. പാർട്ടി സജീവ പ്രവർത്തകർക്ക് അവസരം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. പിറവത്തും പെരുമ്പാവൂരും കോൺഗ്രസുകാർക്ക് സീറ്റ് നൽകിയെന്ന് പ്രവർത്തകർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണയ്ക്കാനാണ് രാജിവെച്ചവരുടെ തീരുമാനം. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. മലപ്പുറത്ത് ചേർന്ന നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഏകദേശ ധാരണയായി. നാളെ രാവിലെ വിവിധ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. അതിനിടെ തിരുവമ്പാടിയും തവനൂരും കോൺഗ്രസുമായി സീറ്റ് വെച്ച് മാറാൻ ലീഗ് കോൺഗ്രസുമായി ചർച്ച നടത്തും. ചർച്ചകൾ പൂർത്തിയാക്കി നാളെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് മുസ്ലിം ലീഗ്. മലപ്പുറത്ത് നടന്ന നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ പൂർത്തിയാക്കി. വേങ്ങര മണ്ഡലത്തിൽ നിന്നും PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറും. വേങ്ങരയിൽ KM ഷാജിയെ മത്സരിപ്പിക്കാനാണ് നീക്കം. വേങ്ങരയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പേരും പരിഗണനയിലുണ്ടെങ്കിലും സലാമിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാനാണ് താൽപര്യം. അവസാനവട്ട ചർച്ചകൾക്ക് ശേഷം സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അന്തിമ തീരുമാനം നാളെയും കൂടി വിലയിരുത്തിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നാളെ വൈകുന്നേരത്തിന് ശേഷം പിന്നെ തീരുമാനം അറിയിക്കാം, പ്രഖ്യാപിക്കാം. അതേസമയം തിരുവമ്പാടി മണ്ഡലവും തവനൂരും തമ്മിൽ കോൺഗ്രസുമായി വെച്ചുമാറാൻ ലീഗ് നേതൃത്വം സന്നദ്ധരായിട്ടുണ്ട്. കോൺഗ്രസ് സമ്മതിക്കുകയാണെങ്കിൽ തവനൂരിൽ CP ബാവഹാജിയെ മത്സരിപ്പിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. അങ്ങനെ വന്നാൽ തവനൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പരിഗണനയിലുള്ള DCC അധ്യക്ഷൻ VS ജോയി തിരുവമ്പാടിയിൽ മത്സരിക്കും. അമൃത ന്യൂസ്, മലപ്പുറം. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ മന്ത്രി G സുധാകരൻ ചങ്ങനാശ്ശേരി പെരുന്നയിൽ NSS ആസ്ഥാനത്തെത്തി. G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. UDF ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിച്ചതോടെ മണ്ഡലത്തിൽ സജീവമായ സുധാകരൻ പ്രമുഖ വ്യക്തികളെയും സമുദായ നേതാക്കളെയും നേരിൽ കണ്ട് പിന്തുണ തേടുകയാണ്. ഇതിന്റെ ഭാഗമായാണ് NSS ആസ്ഥാനത്തെ സന്ദർശനം. വൈകുന്നേരം 4 മണിയോടെ മാണി സി കാപ്പൻ MLA-ക്കൊപ്പമാണ് സുധാകരൻ എത്തിയത്. രാവിലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. UDF ഘടകകക്ഷിയായ RSP ഇത്തവണ 5 സീറ്റുകളിൽ മത്സരിക്കും. ചവറ ഷിബു ബേബി ജോൺ, കുന്നത്തൂർ ഉല്ലാസ് കോവൂർ, ഇരവിപുരം വിഷ്ണു മോഹൻ, ആറ്റിങ്ങൽ സന്തോഷ് ഭദ്രൻ എന്നിവരെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 4 സീറ്റുകളിൽ വ്യക്തത വന്നിട്ടുണ്ടെന്നും 5ാം സീറ്റിനായി കാഞ്ഞങ്ങാട് സീറ്റ് ചോദിച്ചിട്ടുണ്ട് എന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ഞങ്ങൾ പാർട്ടിയിലായിട്ടുള്ള സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് കോൺഗ്രസിന്റെ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ അത് പ്രഖ്യാപിക്കും. 4 സീറ്റിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടായിട്ടുണ്ട്. 4 സീറ്റിൽ 2 സീറ്റ് കോൺഗ്രസിനും 2 സീറ്റ് ഞങ്ങൾക്ക്. 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 4 സീറ്റി
5ാമത്തെ സീറ്റിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. ഞങ്ങൾ കാഞ്ഞങ്ങാട് സീറ്റാണ് ഞങ്ങൾ അവസാനം ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് അതിന്റെ ആലോചനകൾ നടത്തി വരികയാണ്. ഇന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള വ്യക്തത ഇങ്ങോട്ട് അറിയിക്കുന്ന മുറയ്ക്ക് മട്ടന്നൂർ എന്താണെങ്കിലും RSPക്ക് വേണ്ടാന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ അത് കാഞ്ഞങ്ങാട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ചയിലൊരു ധാരണ അവർ തൃക്കരിപ്പൂർ ഏറ്റെടുക്കുകയാണെങ്കിൽ, കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ കാഞ്ഞങ്ങാടിനായിട്ടാണ് RSPയുടെ ആവശ്യം. ഇല്ലാത്ത പക്ഷം എന്തെന്നുള്ളത് ഇന്ന് കോൺഗ്രസ് അറിയിക്കുന്നതായി. കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോൻ LDF സ്ഥാനാർത്ഥി. സീറ്റ് ഇത്തവണയും RSP ലെനിനിസ്റ്റ് പാർട്ടിക്ക് LDF നൽകിയിരുന്നു. സിറ്റിംഗ് MLA തന്നെ മത്സരിപ്പിക്കാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. കഴിഞ്ഞ 5 തവണയായി കുന്നത്തൂർ MLA ആണ് കോവൂർ കുഞ്ഞുമോൻ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. കുടുംബം ആവശ്യപ്പെട്ടതിൽ 4 കാര്യങ്ങളാണ് തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. പോലീസ് അന്വേഷണത്തിലെ 13 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. ശരിയായ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് വ്യാജ കേസ് നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു ഹർജിയിലെ വാദം. അന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്നീട് CPM സ്ഥാനാർത്ഥിയായി ശ്രീകണ്ഠപുരത്ത് മത്സരിച്ചതും അന്വേഷണത്തിൽ അട്ടിമറിയുള്ളതായി സംശയിക്കുന്നുവെന്നും കോടതിയിൽ വാദം ഉയർന്നിരുന്നു. കേസിൽ ആരോപണ വിധേയനായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ ഫോൺ പരിശോധിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ഔദ്യോഗിക ഫോണിലെ വിവരങ്ങൾ കൂടി ശേഖരിക്കാനാണ് ഉത്തരവ്. സ്വകാര്യ ഫോണിലെ വിവരങ്ങൾ മാത്രമാണ് പോലീസ് ശേഖരിച്ചത്. നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ സ്വർണം പണയം വെച്ചാണ് 1 ലക്ഷം രൂപ നൽകിയതെന്ന് പറയുന്നു. ഇതിന്റെ രേഖകൾ ഹാജരാക്കണം. പള്ളിക്കുന്നിൽ പ്രശാന്തനും നവീൻ ബാബുവും കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നതിന്റെ CCTV ദൃശ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം. കൈക്കൂലി കേസിൽ വിജിലൻസിൽ പരാതി നൽകിയെന്ന് പറയുന്നുണ്ട്. വിജിലൻസ് ഉദ്യോഗസ്ഥർ കേസിൽ ഇടപെട്ടത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് അവരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ആദ്യം കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയെയാണ് കുടുംബം സമീപിച്ചത്. തുടർന്ന് കേസ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. 3 തവണ വാദം കേട്ട ശേഷമാണ് കോടതി ഉത്തരവിട്ടത്. അന്വേഷണം മെയ് 30-നുള്ളിൽ പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. അമൃത ന്യൂസ്, കണ്ണൂർ. തുടരന്വേഷണത്തിന് ഉത്തരവിട്ട കോടതി വിധിയിൽ സന്തോഷമെന്ന ADM നവീൻ ബാബുവിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു. ആദ്യ അന്വേഷണത്തിൽ നിരവധി പിഴവുകൾ ഉണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചാണ് കോടതിയെ സമീപിച്ചത്. PP ദിവ്യയുടെയും പ്രശാന്തന്റെയും മൊബൈൽ കോൾ വിവരങ്ങൾ എടുത്തതിൽ പോലും വീഴ്ച സംഭവിച്ചുവെന്നും സഹോദരൻ പറഞ്ഞു. തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു വിധിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. കാരണം ഞങ്ങൾ CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയ വേളയിലും ആ സമയത്ത് സർക്കാരും പ്രോസിക്യൂഷൻ കോടതി പറഞ്ഞത് അവരെല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്, നിർണായകമായ തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്, ഇതെല്ലാം കോടതിയിൽ ഹാജരാക്കുന്നുണ്ടെന്നാണ് സത്യവാങ്മൂലം കൊടുത്തത്. എന്നാൽ പിന്നീട് കുറ്റപത്രം സമർപ്പിച്ച വേളയിലാണ് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിർണായകമായ തെളിവുകൾ, CDRകൾ, അതുപോലെ CCTV വിഷ്വൽസ് പ്രധാനപ്പെട്ടതൊന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിനെല്ലാം വീണ്ടും അന്വേഷിക്കണം, പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ കോടതിയെ സമീപിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നുണ്ടായ വിധി തീർച്ചയായിട്ടും ഒരു ആശ്വാസമുള്ളതാണ്. വീണ്ടും ഈ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്.